ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു ഓട്ടോമക് വെർച്വൽ ഇൻസ്റ്റിറ്റ്യൂട്ട്. ഓട്ടോമക് വെർച്വൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കൺസ്ട്രക്ഷൻ ഡീറ്റെയിൽസ് ഓഫ് എൻജിൻ കമ്പോണൻസ് എന്ന ടോപ്പിക്കിൻ്റെ തേർഡ് സെഷൻ വീഡിയോ ആണിത്. പിസ്റ്റൺ, പിസ്റ്റൺ റിംഗ്, പിസ്റ്റൺ പിൻ എന്നിവ ഉൾപ്പെടെയുള്ള പിസ്റ്റൺ അസംബ്ലിയുടെ ഡീറ്റെയിൽസ് ആണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എൻജിൻ സിലിണ്ടറിനുള്ളിൽ അപ്പ് ആൻഡ് ഡൗൺ മൂവ് ചെയ്യുന്ന ഒരു സിലിണ്ടറിക്കൽ ആകൃതിയിലുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കമ്പോണൻ്റാണ് പിസ്റ്റൺ. എൻജിൻ സിലിണ്ടറിനുള്ളിൽ ഫ്യൂവലിൻ്റെ കമ്പസ്റ്റിന് ഫലമായി ഉണ്ടാകുന്ന ഹീറ്റ് എനർജിയെ മെക്കാനിക്കൽ എനർജിയാക്കി കൺവേർട്ട് ചെയ്യുന്നതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു റോളാണ് പിസ്റ്റണിനുള്ളത്. പിസ്റ്റണിനെ കണക്റ്റിംഗ് റോഡിൻ്റെ സ്മോൾ എൻഡിൽ ഘടിപ്പിച്ചിരിക്കുന്നു. പിസ്റ്റണിനെയും കണക്റ്റിംഗ് റോഡിനെയും കണക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന പിന്നിനെയാണ് പിസ്റ്റൺ പിൻ എന്ന് പറയുന്നത്. ഫങ്ഷൻസ് ഓഫ് പിസ്റ്റൺ: ടു ട്രാൻസ്മിറ്റ് ഫോഴ്സ് ഓഫ് ഫ്യൂവൽ എക്സ്പ്ലോഷൻ ഇൻ ടു ക്രാങ്ക് ഷാഫ്റ്റ്. എൻജിൻ സിലിണ്ടറിനുള്ളിൽ ഫ്യൂവൽ എക്സ്പ്ലോഷൻ അല്ലെങ്കിൽ ഫ്യൂവലിൻ്റെ കമ്പസ്റ്റിന് ഫലമായി ഉണ്ടാകുന്ന ഫോഴ്സിനെ ക്രാങ്ക് ഷാഫ്റ്റിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുക. നെക്സ്റ്റ്, ടു ഫോം എ സീൽ ദാറ്റ് ഹൈ പ്രഷർ ഗ്യാസസ് ഡു നോട്ട് എസ്കേപ്പ് ഇൻ ടു ക്രാങ്ക് കേസ്. എൻജിൻ സിലിണ്ടറിനുള്ളിൽ അല്ലെങ്കിൽ കമ്പസ്റ്റൻ ചേംബറിൽ ഹൈ പ്രഷറിലുള്ള കമ്പസ്റ്റൻ ഗ്യാസിനെ സിലിണ്ടറിൻ്റെ ഇടയിലൂടെ ക്രാങ്ക് കേസിലേക്ക് ലീക്ക് ചെയ്യാതെ ഒരു സീൽ നൽകുക. സിലിണ്ടറിനുള്ളിൽ ഫ്യൂവലിനെ കംപ്രസ് ചെയ്യുന്നത് പിസ്റ്റണിൻ്റെ അപ്വേർഡ് മൂവ്മെൻ്റ് ആണ്. ഈ മൂവ്മെൻറ്റിൽ ഹൈ പ്രഷർ കമ്പസ്റ്റൻ ഗ്യാസ് ക്രാങ്ക് കേസിലേക്ക് ലീക്ക് ചെയ്യാതെ സീലിംഗ് നൽകുന്നത് പിസ്റ്റൺ ആണ്. തേർഡ് വൺ, ടു സെർവ് as ഗൈഡ് ആൻഡ് ബെയറിംഗ് ഫോർ കണക്റ്റിംഗ് റോഡ് സ്മോൾ എൻഡ്. കണക്റ്റിംഗ് റോഡ് സ്മോൾ എൻഡ് ഘടിപ്പിക്കാനുള്ള ഒരു ബെയറിംഗ് പ്രതലം പ്രദാനം ചെയ്യുന്നു. ഇത്രയാണ് ഒരു പിസ്റ്റണിൻ്റെ പ്രധാനപ്പെട്ട ഫങ്ഷൻസ്. നെക്സ്റ്റ്, കൺസ്ട്രക്ഷണൽ ഡീറ്റെയിൽസ് ഓർ മെയിൻ കമ്പോണൻസ് ഓഫ് പിസ്റ്റൺ. ഫസ്റ്റ് വൺ, പിസ്റ്റൺ ഹെഡ് അല്ലെങ്കിൽ പിസ്റ്റൺ ക്രൗൺ. പിസ്റ്റൺ ഹെഡിനെ തന്നെ നമ്മൾ പിസ്റ്റൺ ക്രൗൺ എന്നും പറയാറുണ്ട്. പിസ്റ്റണിൻ്റെ ടോപ്പ് പോർഷനാണ് പിസ്റ്റൺ ഹെഡ് അല്ലെങ്കിൽ പിസ്റ്റൺ ക്രൗൺ. ചില എഞ്ചിനിൽ വാൽവ് ഫേസിനെ അക്കോമഡേറ്റ് ചെയ്യാനുള്ള സ്പേസ് പിസ്റ്റൺ ഹെഡിൽ നൽകിയിരിക്കും. ഇതിനെ വാൽവ് റിലീഫ് എന്നാണ് പറയുക. സെക്കൻഡ്, ലാൻഡ്. പിസ്റ്റണിൽ പിസ്റ്റൺ റിംഗ് ഇടാനുള്ള ഗ്രൂവുകൾ കട്ട് ചെയ്തിട്ടുണ്ടാവും. ഇങ്ങനെയുള്ള പിസ്റ്റൺ റിംഗ് ഗ്രൂവുകൾക്കിടയിലുള്ള ബാൻഡാണ് ലാൻഡ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. നെക്സ്റ്റ്, പിസ്റ്റൺ റിംഗ് ഗ്രൂവ്. പിസ്റ്റണിൽ പിസ്റ്റൺ റിങ്ങുകൾ ഇൻസേർട്ട് ചെയ്യാനായി നൽകിയിരിക്കുന്ന സർക്കുലർ സ്ലോട്ടുകളാണ് റിംഗ് ഗ്രൂവുകൾ. നെക്സ്റ്റ്, പിസ്റ്റൺ പിൻ ബോസ്. പിസ്റ്റൺ പിന്നിനെ സപ്പോർട്ട് ചെയ്യുന്ന പിസ്റ്റണിൻ്റെ ഏരിയയാണ് പിസ്റ്റൺ പിൻ ബോസ് എന്നറിയപ്പെടുന്നത്. നെക്സ്റ്റ്, സ്കർട്ട്. പിസ്റ്റൺ പിൻ ബോസിന് താഴെയുള്ള പിസ്റ്റണിൻ്റെ ഭാഗം പിസ്റ്റൺ സ്കർട്ട്. ഈ പിസ്റ്റൺ സ്കർട്ടാണ് ശരിക്കും പിസ്റ്റണിനെ സിലിണ്ടറിനുള്ളിൽ അപ്പ് ആൻഡ് ഡൗൺ മൂവ്മെൻറ്റിനെ ഗൈഡ് ചെയ്യാൻ ഉപയോഗിക്കുക അല്ലെങ്കിൽ സഹായിക്കുക. അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് കംപ്രഷൻ ഹൈറ്റ്. പിസ്റ്റൺ പിൻ ആക്സിസിനും പിസ്റ്റൺ ഹെഡിൻ്റെ ടോപ്പും തമ്മിലുള്ള ഡിസ്റ്റൻസിനാണ് കംപ്രഷൻ ഹൈറ്റ് എന്ന് പറയുന്നത്. മെറ്റീരിയൽ ഓഫ് പിസ്റ്റൺ. കാസ്റ്റ് അയൺ അല്ലെങ്കിൽ അലുമിനിയം അലോയാണ് പിസ്റ്റൺ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നത്. കാസ്റ്റ് അയൺ മുൻകാലങ്ങളിൽ കൂടുതലായി ഉപയോഗിച്ചിരുന്നു. എന്നാൽ അലുമിനിയം അലോയ് പിസ്റ്റണുകളാണ് ഇപ്പോൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. ലൈറ്റ് വെയ്റ്റും തെർമൽ കണ്ടക്ടിവിറ്റിയുമാണ് അലുമിനിയം അലോയ് പിസ്റ്റണിൻ്റെ ഗുണങ്ങൾ. അലുമിനിയം അലോയ് പിസ്റ്റൺ ഉപയോഗിക്കുമ്പോൾ കോഡ് ക്ലിയറൻസ് കൃത്യമായി ഉറപ്പാക്കേണ്ടതുണ്ട്. പിസ്റ്റൺ സ്കർട്ടിനും സിലിണ്ടർ ബോളിനുമിടയിൽ പ്രോപ്പർ ക്ലിയറൻസ് ഇല്ല എങ്കിൽ അത് അൺഈക്വൽ തെർമൽ എക്സ്പാൻഷന് കാരണം. അലുമിനിയം അലോയ് പിസ്റ്റണുകളിൽ അലുമിനിയത്തിൻ്റെ കൂടെ സിലിക്കൺ കൂടി ആഡ് ചെയ്താണ് പിസ്റ്റൺ നിർമ്മിക്കുക. സിലിക്കൺ അലുമിനിയത്തിൻ്റെ തെർമൽ എക്സ്പാൻഷൻ കുറയ്ക്കാൻ സഹായിക്കുന്നു. സിലിക്കണിൻ്റെ ഉപയോഗം പിസ്റ്റൺ സ്ലാപ്പ് ഇല്ലാതാക്കാൻ സഹായിക്കുന്നു. എന്താണ് പിസ്റ്റൺ സ്ലാപ്പ്? ഒരു എൻജിൻ സിലിണ്ടറിനുള്ളിലെ പിസ്റ്റൺ സ്കർട്ടിനും സിലിണ്ടർ ബോളിനും ഇടയിലുള്ള എക്സസ് ക്ലിയറൻസ് വന്നിട്ടുണ്ടെങ്കിൽ പിസ്റ്റൺ മൂവ് ചെയ്യുമ്പോൾ ഒരു അബ്നോർമൽ സ്ലാപ്പിംഗ് നോയ്സ് ഉണ്ടാവും. അതിനാണ് പിസ്റ്റൺ സ്ലാപ്പ് എന്ന് പറയുക. സിലിണ്ടർ ബോളിനും പിസ്റ്റണിനും ഇടയിലുള്ള ക്ലിയറൻസ് എക്സസ് ആകുമ്പോഴാണ് പിസ്റ്റൺ സ്ലാപ്പ് സംഭവിക്കുക. അലുമിനിയം അലോയ് പിസ്റ്റണിൽ സിലിക്കൺ ആഡ് ചെയ്യുന്നതോടുകൂടി അതിൻ്റെ തെർമൽ എക്സ്പാൻഷൻ കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ വളരെ കുറഞ്ഞ അളവിലുള്ള കോൾഡ് ക്ലിയറൻസ് നൽകിയാൽ മതിയായിരിക്കും. ഇത് പിസ്റ്റൺ സ്ലാപ്പിനെ കുറയ്ക്കാൻ സഹായിക്കുന്നു. മെത്തേഡ് ഓഫ് കൺട്രോളിംഗ് ഹീറ്റ് എക്സ്പാൻഷൻ. എഞ്ചിനിൽ ഏറ്റവും അധികം ടെമ്പറേച്ചറിൽ വർക്ക് ചെയ്യുന്ന ഒരു കമ്പോണൻ്റാണ് പിസ്റ്റൺ. അതുകൊണ്ട് തന്നെ ഏറ്റവും അധികം തെർമൽ എക്സ്പാൻഷന് വിധേയമാകുവാൻ സാധ്യതയുള്ള ഭാഗവും പിസ്റ്റൺ തന്നെ. പിസ്റ്റൺ
അനിയന്ത്രിതമായി എക്സ്പാൻഡ് ആയാൽ അത് പിസ്റ്റണിനെ സിലിണ്ടറിനുള്ളിൽ ടൈറ്റ് ആക്കുകയും പിന്നീട് സിലിണ്ടറിനുള്ളിൽ പിസ്റ്റൺ സ്റ്റക്ക് ആവുകയും ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകുന്നു. ഈ ഒരു അവസ്ഥയാണ് പിസ്റ്റൺ സ്കഫിംഗ് എന്ന് പറയുക. അതായത് പിസ്റ്റൺ അനിയന്ത്രിതമായി എക്സ്പാൻഷന് വിധേയമാകുമ്പോൾ പിസ്റ്റൺ സിലിണ്ടറിനുള്ളിൽ ടൈറ്റ് ആവുകയും പിസ്റ്റണും സിലിണ്ടറിനും ഇടയിലുള്ള ലൂബ്രിക്കേറ്റിംഗ് ഓയിലിൻ്റെ ഫിലിമിനെ ഇല്ലാതാക്കുകയും ഡയറക്റ്റ് മെറ്റൽ ടു മെറ്റൽ കോൺടാക്റ്റിന് കാരണമാവുകയും ചെയ്യുന്നു. ഇങ്ങനെ വരുമ്പോൾ പിസ്റ്റൺ എൻജിൻ സിലിണ്ടറിനുള്ളിൽ സ്റ്റക്ക് ആകുന്നു. ഈ ഒരു അവസ്ഥയാണ് പിസ്റ്റൺ സ്കഫിംഗ് എന്ന് പറയുന്നത്. അതിനാൽ പിസ്റ്റൺ ഹെഡിന് മുകളിൽ വരുന്ന ഹീറ്റിനെ പിസ്റ്റൺ സ്കർട്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത് കൺട്രോൾ ചെയ്താൽ പിസ്റ്റൺ സ്കർട്ട് അനിയന്ത്രിതമായി എക്സ്പാൻഡ് ആകുന്നത് തടയാൻ സാധിക്കും. അതുവഴി തന്നെ പിസ്റ്റൺ സ്കഫിനെ ഒരു പരിധിവരെ ഒഴിവാക്കാനും സാധിക്കും. പിസ്റ്റൻ്റെ തെർമൽ എക്സ്പാൻഷൻ കൺട്രോൾ ചെയ്യാൻ ഉപയോഗിക്കുന്ന വിവിധ മെത്തേഡ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ്, കട്ടിംഗ് ഹൊറിസോണ്ടൽ സ്ലോട്ട്സ്. ഓയിൽ റിങ്ങിന് താഴെയായി ഒരു ഹൊറിസോണ്ടൽ സ്ലോട്ട് പിസ്റ്റണിൽ കട്ട് ചെയ്യുന്നു. ഇതിന് ഫലമായി പിസ്റ്റൺ ഹെഡിൽ നിന്നും പിസ്റ്റൺ സ്കർട്ടിലേക്കുള്ള ഹീറ്റ് ട്രാൻസ്ഫറിനെ കുറയ്ക്കാൻ സാധിക്കുന്നു. ഇത് പിസ്റ്റൻ്റെ തെർമൽ എക്സ്പാൻഷൻ, പിസ്റ്റൺ സ്കർട്ടിൻ്റെ തെർമൽ എക്സ്പാൻഷൻ കുറയ്ക്കുന്നു. നെക്സ്റ്റ്, മേക്കിംഗ് ഓഫ് ഹീറ്റ് ഡാം. ഹീറ്റ് ഡാം ഉണ്ടാക്കുക വഴി പിസ്റ്റൻ്റെ തെർമൽ എക്സ്പാൻഷൻ കുറയ്ക്കാൻ സാധിക്കും. എന്താണ് ഹീറ്റ് ഡാം? പിസ്റ്റൺ ഹെഡിന് തൊട്ട് താഴെയായി എന്നാൽ പിസ്റ്റൻ്റെ ടോപ്പ് റിങ്ങിന് തൊട്ട് മുകളിലായി ഒരു എം ഡി സ്ലോട്ട് കട്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു എം ഡി ഗ്രൂവ് കട്ട് ചെയ്യുന്നു. ഈ ഗ്രൂവിനെയാണ് ഹീറ്റ് ഡാം എന്ന് പറയുന്നത്. ഹീറ്റ് ഡാം പിസ്റ്റൺ ഹെഡിൽ നിന്നും പിസ്റ്റൺ സ്കേർട്ടിലേക്കുള്ള ഹീറ്റിൻ്റെ ട്രാൻസ്ഫറിനെ തടയുന്ന ഒരു ഡാം പോലെ വർക്ക് ചെയ്യുന്നു. അടുത്തത്, യൂസ് ഓഫ് വെർട്ടിക്കൽ ഓർ ടി സ്ലോട്ട്. പിസ്റ്റൺ റിങ്ങുകൾക്ക് താഴെയായി, ഓയിൽ റിങ്ങിന് താഴെയായി വെർട്ടിക്കൽ സ്ലോട്ടുകളോ ടി സ്ലോട്ടുകളോ കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ പിസ്റ്റൻ്റെ എൻ്റയർ ഡയമീറ്റർ വർദ്ധിക്കാതെ തന്നെ പിസ്റ്റൻ്റെ തെർമൽ എക്സ്പാൻഷൻ സാധ്യമാകുന്നു. ഈ കട്ട് ചെയ്ത സ്ലോട്ടുകളിലേക്കായി പിസ്റ്റൻ്റെ തെർമൽ എക്സ്പാൻഷൻ സംഭവിക്കുകയും ഓവറോൾ ഡയമീറ്ററിൽ വ്യത്യാസം വരാതിരിക്കുകയും ചെയ്യുന്നു. നെക്സ്റ്റ്, ടേപ്പർ പിസ്റ്റൺ. ഈ മെത്തേഡിൽ പിസ്റ്റൺ ടേപ്പറായിട്ട് കൺസ്ട്രക്ട് ചെയ്തെടുക്കുന്നു. പിസ്റ്റൺ സ്കർട്ടിനെ അപേക്ഷിച്ച് പിസ്റ്റൺ ഹെഡിന് സ്മോളർ ഡയമീറ്റർ ആയിരിക്കും. എൻജിൻ വർക്ക് ചെയ്ത് പിസ്റ്റൺ വർക്കിംഗ് ടെമ്പറേച്ചർ എത്തുമ്പോൾ പിസ്റ്റൺ ഹെഡിന് എക്സ്പാൻഷൻ സംഭവിക്കുകയും യൂണിഫോം ഡയമീറ്ററിൽ വർക്ക് ചെയ്യുകയും ചെയ്യുന്നു. നെക്സ്റ്റ്, ക്യാമ്പ് ഗ്രൗണ്ട് പിസ്റ്റൺ. ഈ മെത്തേഡിൽ ചെയ്യുന്നത് പിസ്റ്റൺ ഒരു എലിപ്സ് ആകൃതിയിൽ നിർമ്മിക്കുക എന്നുള്ളതാണ്. എലിപ്സിൻ്റെ പ്രത്യേകത പോലെ തന്നെ ഇതിനൊരു മേജർ ഡയമീറ്റർ, ഒരു മൈനർ ഡയമീറ്റർ ഉണ്ടാവും. ഇതിൻ്റെ ഫലമായിട്ട് പിസ്റ്റൺ വർക്കിംഗ് ടെമ്പറേച്ചർ എത്തുമ്പോൾ അല്ലെങ്കിൽ പിസ്റ്റൻ്റെ തെർമൽ എക്സ്പാൻഷൻ സംഭവിക്കുമ്പോൾ ആ എക്സ്പാൻഷൻ അതിൻ്റെ മൈനർ ഡയമീറ്റർ സൈഡിൽ സംഭവിക്കുന്നു. റണ്ണിങ് കണ്ടീഷനിൽ എക്സ്പാൻഷൻ സംഭവിച്ച് യൂണിഫോം ഡയമീറ്ററിൽ പിസ്റ്റൺ വർക്ക് ചെയ്യുകയും ചെയ്യുന്നു. അടുത്ത, യൂസ് ഓഫ് സ്പെഷ്യൽ അലോയ്സ്. കോഎഫിഷ്യൻ്റ് ഓഫ് എക്സ്പാൻഷൻ കുറവുള്ള സ്പെഷ്യൽ അലോയ്കൾ ഉപയോഗിച്ച് പിസ്റ്റനെ കാസ്റ്റ് ചെയ്തെടുക്കുന്ന രീതിയാണ് യൂസ് ഓഫ് സ്പെഷ്യൽ അലോയ്സ്. കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ കുറവുള്ള മെറ്റീരിയലിനെ LOX എന്നാണ് പൊതുവെ പറയാറ്. ഇത്തരം പിസ്റ്റണുകൾക്ക് എക്സ്പെൻസ് കൂടുതലായിരിക്കും. നെക്സ്റ്റ്, വയർ വോൺ പിസ്റ്റൺ. പിസ്റ്റൺ പിന്നിനും ഓയിൽ റിങ്ങിനും ഇടയിലായി സ്റ്റീൽ വയറിൻ്റെ ഒരു ബാൻഡ് നിർമ്മിക്കുന്നു. ഈ സ്റ്റീൽ വയറിൻ്റെ ബാൻഡ് പിസ്റ്റൺ സ്കർട്ട് എക്സ്പാൻഷനെ ചെറുക്കുന്നു. അടുത്ത, ഓട്ടോതെർമിക് പിസ്റ്റൺ. പിസ്റ്റൺ പിൻ ബോസിൽ ലോ തെർമൽ എക്സ്പാൻഷൻ ഉള്ള സ്റ്റീൽ ഇൻസേർട്ടുകൾ ഇൻസേർട്ട് ചെയ്യുന്നു. ഇതിന് ഫലമായിട്ട് പിസ്റ്റൺ സ്കർട്ട് ഒരു പരിധിയിൽ കൂടുതൽ എക്സ്പാൻഡ് ചെയ്യുന്നത് ഒഴിവാക്കുന്നു. ബൈമെറ്റൽ പിസ്റ്റൺ. ബൈമെറ്റൽ പിസ്റ്റണിൽ പിസ്റ്റൺ അസംബ്ലി നിർമ്മിച്ചിരിക്കുന്നത് രണ്ട് മെറ്റീരിയൽ ഉപയോഗിച്ചിട്ടായിരിക്കും. സ്കർട്ട് സ്റ്റീൽ ഉപയോഗിച്ചിട്ടും പിസ്റ്റൻ്റെ ഉൾവശവും ക്രൗണും ബോസും അലുമിനിയം അലോയ് ഉപയോഗിച്ചിട്ടുമായിരിക്കും നിർമ്മിച്ചിട്ടുണ്ടാവുക. സ്റ്റീൽ സ്കർട്ടിൽ ഉപയോഗിക്കുന്നതിന് ഫലമായിട്ട് പിസ്റ്റൺ സ്കർട്ടിൻ്റെ തെർമൽ എക്സ്പാൻഷൻ കുറയ്ക്കാൻ സാധിക്കും. അടുത്തത്, ഓഫ്സെറ്റ് പിസ്റ്റൺ. പിസ്റ്റണിനെ സിലിണ്ടറിൻ്റെ സെൻട്രൽ ലൈനിൽ നിന്നും ഓഫ്സെറ്റ് ചെയ്യുന്നതിലൂടെ പിസ്റ്റൺ സ്ലാപ്പ് കുറയ്ക്കാൻ സാധിക്കും. ഇതിനായി പിസ്റ്റൺ പിന്നിൻ്റെ ഹോൾ പിസ്റ്റൻ്റെ സെൻട്രൽ ലൈനിൽ നിന്നും ഓഫ്സെറ്റ് ചെയ്ത് നിർമ്മിക്കുന്നു. ഓഫ്സെറ്റ് കാരണം പിസ്റ്റൻ്റെ അപ്പ് ആൻഡ് ഡൗൺ മൂവ്മെൻറ്റിൽ പിസ്റ്റൺ സ്ലൈറ്റായിട്ട് ടിൽറ്റ് ആവുകയും അത് പിസ്റ്റൻ്റെ മൂവ്മെൻറ്റിലുള്ള റെസിസ്റ്റൻസിനെ കുറയ്ക്കാൻ സഹായിക്കുകയും ചെയ്യും. പിസ്റ്റൺ റിങ്സ്. പിസ്റ്റൻ്റെ ഔട്ടർ സർഫസിലുള്ള ഗ്രൂവുകളിൽ ഇൻസേർട്ട് ചെയ്യുന്ന സ്പ്ലിറ്റ് മെറ്റൽ റിങ്ങുകളാണ് പിസ്റ്റൺ റിങ്സ്. തന്നിരിക്കുന്ന ചിത്രത്തിൽ പിസ്റ്റൺ റിങ്ങുകൾ പിസ്റ്റൺ വെളിയിലായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. അവ ഇൻസേർട്ട് ചെയ്യുന്ന പിസ്റ്റണിലെ ഗ്രൂവുകൾ ഹൈലൈറ്റ് ചെയ്തും കാണിച്ചിട്ടുണ്ട്. ഈ ഗ്രൂവുകളിലേക്കായിരിക്കും പിസ്റ്റൺ റിങ് യഥാക്രമം ഇൻസേർട്ട് ചെയ്തിട്ടുണ്ടാവുക. സാധാരണയായി ഒരു പിസ്റ്റണിൽ രണ്ട് ടൈപ്പ് പിസ്റ്റൺ റിംഗ് ആണ് ഉപയോഗിക്കുന്നത്: കംപ്രഷൻ റിംഗ് ആൻഡ് ഓയിൽ കൺട്രോൾ റിംഗ്. പിസ്റ്റണും സിലിണ്ടർ വാൾവിനും ഇടയിൽ ഒരു ഗ്യാസ് ടൈറ്റ് സീല് നൽകുന്നതിനും
പിസ്റ്റണിൽ നിന്നും ഹീറ്റിനെ എഫക്റ്റീവായിട്ട് സിലിണ്ടർ വാളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതിനുമാണ് കംപ്രഷൻ റിങ്ങുകൾ ഉപയോഗിക്കുക. ഓയിൽ കൺട്രോൾ റിങ്ങിൻ്റെ ഉപയോഗം സിലിണ്ടർ വാളിനും പിസ്റ്റനും ഇടയിൽ ഒരു ലൂബ്രിക്കേഷൻ ഓയിലിൻ്റെ ഫിലിം മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് ഓയിൽ കൺട്രോൾ റിങ്ങിൻ്റെ ഉപയോഗം. കൺസ്ട്രക്ഷൻ ഡീറ്റെയിൽസ് ഓഫ് പിസ്റ്റൺ റിംഗ്. പിസ്റ്റൺ റിംഗ്സ് ആർ കാസ്റ്റ് ഇൻഡിവിജ്വലി. പിസ്റ്റൺ റിങ്ങുകൾ ഓരോന്നായി അല്ലെങ്കിൽ ഇൻഡിവിജ്വലി കാസ്റ്റ് എടുത്തിട്ടുണ്ടാവുകയായിരിക്കും. റിങ്ങുകൾക്കിടയിലെ ഒരു ഗ്യാപ്പ് കട്ട് ചെയ്തിട്ടുണ്ടാകും. ഇത് പിസ്റ്റൺ റിങ്സിനെ പിസ്റ്റണിൽ ഇൻസേർട്ട് ചെയ്യുന്നതിനും ഹീറ്റ് എക്സ്പാൻഷനുള്ള സ്ഥലം നൽകുകയും ചെയ്യുന്നു. പിസ്റ്റൺ റിംഗ് എൻഡ് ഗ്യാപ്പ് സാധാരണയായി 0.30 to 0.35 mm ആയിരിക്കും. ഇത് മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഫീലർ ഗേജ് ആണ്. റിങ്സ് സിലിണ്ടറിൽ ഇൻസേർട്ട് ചെയ്തതിന് ശേഷമായിരിക്കും എൻഡ് ഗ്യാപ്പ് ചെക്ക് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ പിസ്റ്റൺ റിങ്ങിൻ്റെ സീലിംഗ് ആക്ഷൻ കാരണമാകുന്നത് കമ്പസ്റ്റിൻ ഗ്യാസിൻ്റെ പ്രഷറാണ്. ഒരു സിലിണ്ടറിനുള്ളിൽ പിസ്റ്റൺ അപ്വാർഡ് മൂവ് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ടാണ് അതിനുള്ളിലുള്ള എയർ ഫ്യൂൽ മിക്സ്ചർ അല്ലെങ്കിൽ എയർ കംപ്രസ് ചെയ്യുന്നത്. ഇങ്ങനെ കംപ്രസ് ആവുന്ന കമ്പസ്റ്റൻ ഗ്യാസ് പിസ്റ്റൺ റിംഗ് ഗ്രൂവുകൾക്കിടയിൽ ഒരു പ്രഷർ ചെലുത്തുന്നു. ഈ പ്രഷറിൻ്റെ എഫക്റ്റിൻ്റെ ഫലമായിട്ട് പിസ്റ്റൺ റിങ്ങുകൾ സിലിണ്ടർ വോളിലേക്ക് ഫോഴ്സ് ചെയ്യപ്പെടുകയും സിലിണ്ടർ വോളിനോട് ചേർന്ന് നിൽക്കുകയും ചെയ്യുന്നു. ഇതാണ് ശരിക്കും പിസ്റ്റൺ റിങ്ങിനും സിലിണ്ടർ വോളിനും ഇടയിൽ ഒരു ഗ്യാസ് ടൈറ്റ് ജോയിൻ്റ് നൽകുന്നതിന് കാരണം. പിസ്റ്റൺ റിംഗ് എൻഡ് ഗ്യാപ്പ് സാധാരണയായി 3 വിധമുണ്ട്. ആ 3 വിധമുള്ള പിസ്റ്റൺ റിംഗ് എൻഡ് ഗ്യാപ്പിൻ്റെ ചിത്രം നമ്മൾ തന്നിട്ടുണ്ട്, ചിത്രം കാണിച്ചിട്ടുണ്ട്. ഫസ്റ്റ് സ്ട്രെയിറ്റ് ബട്ട് ടൈപ്പ്, നെക്സ്റ്റ് ടേപ്പേഡ് ടൈപ്പ്, തേർഡ് വൺ സീൽ കട്ട് ടൈപ്പ്. മെറ്റീരിയൽ ഓഫ് പിസ്റ്റൺ റിംഗ്. സാധാരണയായി സിലിക്കണും മാംഗനീസും അടങ്ങിയ ഫൈൻ ഗ്രൈൻഡ് അലോയ് കാസ്റ്റേണാണ് പിസ്റ്റൺ റിങ്ങിനായിട്ട് ഉപയോഗിക്കുക. കംപ്രഷൻ റിങ്ങുകളിൽ ക്രോമിയം പ്ലേറ്റ് ചെയ്യുന്നു. ക്രോമിയം പ്ലേറ്റിംഗ് പിസ്റ്റൺ സ്കഫിങ്ങിനെ ഒരു പരിധിവരെ ചെറുക്കുന്നു. അതായത് ക്രോമിയം പ്ലേറ്റിങ്ങിൻ്റെ ഫലമായിട്ട് കാസ്റ്റേൺ സിലിണ്ടർ വോളും ക്രോമിയം പ്ലേറ്റഡ് റിങ്ങുകളും രണ്ട് മെറ്റീരിയൽ ആയതിനാൽ അവ തമ്മിൽ വെൽഡ് ആകാനുള്ള ടെൻഡൻസി കുറവായിരിക്കും. അത് പിസ്റ്റണിൻ്റെ സ്കഫിങ്ങിനെ ഒരു പരിധിവരെ കുറയ്ക്കാൻ സഹായിക്കുന്നു. പിസ്റ്റൺ റിങ്സ് ആർ പ്രൊവൈഡഡ് വിത്ത് പോറസ് ഫോസ്ഫേറ്റ് കോട്ടിംഗ് ടു റെഡ്യൂസ് സ്കോറിംഗ്. പിസ്റ്റൺ റിങ്സിന് പോറസ് ഫോസ്ഫേറ്റ് കോട്ടിംഗ് നൽകുന്നു. അത് സ്കോറിങ്ങിനെ തടയുന്നു. പോറസ് ഫോസ്ഫേറ്റ് കോട്ടിങ്ങിന് ഓയിൽ ഫിലിം ക്യാരി ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടായിരിക്കും. അത് സിലിണ്ടർ വോൾസിലുള്ള സ്കോറിങ്ങിനെ ചെറുക്കാൻ സഹായിക്കുന്നു. പിസ്റ്റൺ പിൻ റിസ്റ്റ് പിൻ അഥവാ ഗഡ്ജൻ പിൻ എന്നും പറയാറുണ്ട്. പിസ്റ്റണിനെയും കണ്ടൻറ് റോഡിനെയും തമ്മിൽ ബന്ധിപ്പിക്കുക എന്നുള്ളതാണ് പിസ്റ്റൺ പിന്നിൻ്റെ ഫങ്ഷൻ. പിസ്റ്റണിലെ ബോസിലും കണ്ടൻറ് റോഡിൻ്റെ സ്മോൾ എൻഡിലും ആയിട്ടായിരിക്കും പിസ്റ്റൺ പിൻ പാസ് ചെയ്തിട്ടുണ്ടാവുക. അലോയ് കാർബറൈസ്ഡ് സ്റ്റീൽ ഉപയോഗിച്ച് ഹോളോ കൺസ്ട്രക്ഷൻ മെത്തേഡിലൂടെയാണ് പിസ്റ്റൺ പിൻ നിർമ്മിച്ചിരിക്കുന്നത്. തേയ്മാനം കുറയ്ക്കുന്നതിനായി ഇത് പിന്നീട് കേസ് ഹാർഡനിങ്ങും ചെയ്തിട്ടുണ്ടാവും. അടുത്ത മെത്തേഡ് ഓഫ് പിസ്റ്റൺ പിൻ ലോക്കിംഗ്. സാധാരണയായി 3 വിധത്തിലുള്ള കണക്ഷനുകളാണ് പിസ്റ്റൺ പിന്നിനെയും കണ്ടൻറ് റോഡിനെയും തമ്മിൽ ബന്ധിപ്പിക്കാൻ ഉപയോഗിക്കുന്നത്. ഫസ്റ്റ് വൺ ഫുൾ ഫ്ലോട്ടിംഗ്. ഫുൾ ഫ്ലോട്ടിംഗ് എന്നാൽ പിസ്റ്റൺ ബോസിലും കണ്ടൻറ് റോഡിൻ്റെ സ്മോൾ എൻഡിലും പിസ്റ്റൺ പിൻ ഫ്ലോട്ടിംഗ് ആയിരിക്കും. അതായത് ഈ രണ്ട് പാർട്ടിലും പിസ്റ്റൺ പിന്നിന് റിലേറ്റീവ് മൂവ്മെൻറ്റ് സാധ്യമാകും. പിസ്റ്റൺ പിന്നിൻ്റെ എൻഡ് വൈസ് മൂവ്മെൻറ്റ് തടയുന്നതിനായി രണ്ട് എൻഡിലും സർക്ലിപ്പുകൾ ഉപയോഗിക്കുന്നു. നെക്സ്റ്റ് സെമി ഫ്ലോട്ടിംഗ്. പിസ്റ്റൺ പിൻ കണ്ടൻറ് റോഡിൻ്റെ സ്മോൾ എൻഡിൽ ബോൾട്ടുകൾ ഉപയോഗിച്ച് ഉറപ്പിച്ചിരിക്കും. പിസ്റ്റൺ ബോസിൽ മാത്രമായിരിക്കും പിസ്റ്റൺ പിന്നിന് റിലേറ്റീവ് മൂവ്മെൻറ്റ് ഉണ്ടായിരിക്കുക. നെക്സ്റ്റ് ഫിക്സഡ് പിൻ. ഈ ഒരു കണക്ഷനിൽ പിസ്റ്റൺ ബോസിൽ സ്ക്രൂ അല്ലെങ്കിൽ ബോൾട്ടിൻ്റെ സഹായത്താൽ ഉറപ്പിച്ചിട്ടുണ്ടാവും. പിസ്റ്റൺ പിൻ ഫ്ലോട്ട് ചെയ്യുന്നത് കണ്ടൻറ് റോഡിൻ്റെ സ്മോൾ എൻഡിലായിരിക്കും.